ഇന്ന് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ കാനഡ ബോസ്നിയ പോരാട്ടമാണ്. ഇന്ത്യൻ സമയം രാത്രി 12:30 കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുന്നത്. രണ്ട് ടീമിനും ഇത്തവണ അതിനിർണായകമാണ്. അല്ലെങ്കിൽ അവരുടെ ആദ്യ ജയം നേടി ഇത്തവണ അത്ഭുതപ്പെടുത്താമെന്നുള്ള ഒരു സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ പ്രതീക്ഷയിലാണ് ഇരു ടീമും എത്തുന്നത്. ഇനി നമുക്ക് രണ്ട് ടീമുകളെയും വിശദമായി പരിചയപ്പെടാം. കാനഡയെ കുറിച്ചാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ആതിഥേയരാണ്. കാനഡ ടീമിനെ കുറിച്ച് വിശദമായി പരിചയപ്പെടാം. കാനഡയ്ക്ക് ഫിഫ റാങ്കിങ്ങിൽ അവർ 30-ാം സ്ഥാനത്താണ്. ലോകകപ്പിനെത്തുന്നത് 3-ാം തവണയാണ് കാനഡ. 1986 അവർ ആദ്യമായി വന്നത് ലോകം. പക്ഷെ അന്ന് ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ പുറത്തായി. 2002 വീണ്ടും വന്നു. അന്നും കഴിഞ്ഞ തവണയാണ് അൽഫോൺസോ ഡേവിസിന്റെ അടക്കമുള്ള സംഘം ഖത്തർ ലോകകപ്പിനെത്തിയത്. പക്ഷേ കഴിഞ്ഞ തവണയും ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ പുറത്താവാനായിരുന്നു അവരുടെ വിധി. ഇത്തവണ ആതിഥേയർ എന്ന നിലയിൽ കൂടിയാണ് ലോകകപ്പിന് യോഗ്യത നേടുന്നത്. അതിനുശേഷം ഈ തവണ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത, അവരുടെ നാട്ടിൽ നടക്കുന്ന ലോകകപ്പ് പലപ്പോഴും പല ടീമുകൾക്കും, ദക്ഷിണ കൊറിയ അടക്കം പല ടീമുകൾക്കും ഒരു കാലത്ത് ഗുണമായിട്ടുള്ളത് സ്വന്തം നാട്ടിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ കളിക്കുമ്പോൾ വലിയ പ്രകടനങ്ങൾ അവർ കാഴ്ചവെക്കാറുണ്ട്. മെക്സിക്കോയും ഒക്കെ അടക്കമുള്ള ടീമുകൾ അതിന് ഒരു ഉദാഹരണമാണ്. അപ്പോൾ കാനഡയ്ക്കും ഇത്തവണ അവരുടെ ചരിത്രത്തിൽ ആദ്യം ജയം സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ബോസ്നിയ ചില്ലറക്കാരല്ല. ബോസ്നിയ ഫിഫ റാങ്കിങ്ങിൽ 64-ാം സ്ഥാനക്കാരാണ്. ലോകകപ്പിനെത്തുന്നത് 2-ാം തവണയാണ് ബോസ്നിയ എത്തുന്നത്. അവർക്ക് 2014 അവർ ആദ്യമായി ലോകകപ്പിൽ കളിക്കാനെത്തുന്നത്. ബ്രസീൽ വേദിയായ ആ ലോകകപ്പ് നമുക്ക് മറക്കാനാവില്ല. മെസ്സിയുടെ ടീം ഫൈനലിൽ വരെ എത്തിയ ആ ലോകകപ്പ്, ജർമ്മനി ചാമ്പ്യന്മാരായ ആ ലോകകപ്പിൽ പക്ഷേ ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ പുറത്താവാനായിരുന്നു ബോസ്നിയയ്ക്ക് സാധിച്ചത്. പക്ഷേ ഇത്തവണ അതിനപ്പുറം വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ബോസ്നിയ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇത്തവണ ലോകകപ്പിൽ ഒരു വമ്പൻ അട്ടിമറിയുമായാണ് അവർ ലോകകപ്പിന് ടിക്കറ്റ് എടുത്തത്. സാക്ഷാൽ ഇറ്റലിയെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ പ്ലേ ഓഫ് റൗണ്ടിൽ മറികടന്നായിരുന്നു ബോസ്നിയ എത്തിയത്. അത്തരം വണ്ടേഴ്സ്, അത്തരം അത്ഭുതങ്ങൾ ഇത്തവണയും കാണിക്കാൻ സാധിച്ചാൽ ബോസ്നിയ ഇത്തവണ വെറുതെ പോകില്ല, ഇല്ലെങ്കിൽ ഒരു വെറും കൈയോടെ മടങ്ങേണ്ട അവസ്ഥ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. കാനഡയിലും ബോസ്നിയയിലുമായി മിന്നും പ്രകടനം പുറത്തെടുക്കുന്ന ചില കളിക്കാരെയുണ്ട്. നമ്മൾ ഇന്ന് രാത്രി TV വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കളി കാണാൻ നോക്കുമ്പോൾ ഇവരിലേക്ക് ഒന്ന് പ്രത്യേക ശ്രദ്ധ പതിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ആദ്യം അതിലേറ്റവും പ്രധാനപ്പെട്ട പേരുകാരൻ, അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധ, ഇതാണ് അൽഫോൺസോ ഡേവിസ്. 25 വയസ്സുകാരൻ, കാനഡയുടെ താരം, ബയേൺ മ്യൂണിക്കിൻ്റെ താരമാണ്. നമുക്ക് ഇതിനോടകം തന്നെ പരിചയമുള്ള താരം. ബയേൺ മ്യൂണിക്കിനായി മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ബാക്ക് ലൈനിൽ കളിക്കുന്ന താരം. അദ്ദേഹത്തിന് ടീമിൻ്റെ നായകൻ ും ലോകത്തെ തന്നെ മികച്ച പ്രതിരോധ നിര താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. ബയേൺ മ്യൂണിക്കിനായിക്കാണ് അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത്. തൻ്റെ വേഗതയ്ക്കും ഡ്രിബ്ലിങ്ങിനും അദ്ദേഹം പ്രശസ്തനാണ്. എന്തായാലും അൽഫോൺസോ ഡേവിസിന് സ്വന്തം നാട്ടിൽ നടക്കുന്ന ഈ ലോകകപ്പ് ഒന്നുകൂടി ഊർജ്ജം പകരും. അദ്ദേഹം മികച്ച രീതിയിൽ ടീമിനെ ആദ്യ ജയത്തിലേക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ ആദ്യ റൗണ്ട് കടത്താനും അദ്ദേഹത്തിന് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടീമിലെ മറ്റൊരു പ്രധാനപ്പെട്ട താരം ജൊനാഥൻ ഡേവിഡാണ്. അദ്ദേഹം യുവന്റസ് താരമാണ്. മറ്റൊരു യൂറോപ്യൻ ക്ലബിൽ കളിക്കുന്ന താരം. കാനഡയ്ക്കായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ള മുന്നേറ്റ നിരക്കാരനാണ് ജൊനാഥൻ ഡേവിഡ്. ഇറ്റാലിയൻ ക്ലബായ യുവന്റസിന്റെ താരമാണ് ജൊനാഥൻ ഡേവിഡ് വരുന്നത്. ഇനി നമുക്ക് നേരെ ബോസ്നിയൻ താരങ്ങളെയും നോക്കാം. ബോസ്നിയയുടെ പ്രധാനപ്പെട്ട താരം എഡിൻ സെക്കോ, മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരം. 40 വയസ്സ് പിന്നിട്ടെങ്കിലും ഇപ്പോഴും ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരം അദ്ദേഹം തന്നെയാണ്. ഷാൽക്കെയുടെ താരമാണ്. ടീമിന്റെ നായകനും എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനുമാണ് സെക്കോയാണ് ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്. മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരമായ സെക്കോ 40-ാം വയസ്സിലും മികച്ച ഫോമിൽ കളിക്കുന്നത് ടീമിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഇത്തവണ ലോകകപ്പിന്റെ യോഗ്യതാ റൗണ്ടിൽ പരിക്കേറ്റിട്ടും അദ്ദേഹം ടീമിന് ടച്ച് ലൈനിൽ നിന്നൊന്ന് നൽകിയ ആ ഊർജ്ജം അത് മറക്കാനാവില്ല. ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പരിക്കടക്കമുള്ള കാര്യങ്ങൾ ചില ആശങ്കയായി ഉണ്ടെങ്കിൽ പോലും സെക്കോയിൽ നിന്ന് ഒരുപക്ഷെ അദ്ദേഹം കളത്തിലെത്തിയാൽ അദ്ദേഹമായിരിക്കും മുന്നിൽ നിന്ന് ടീമിനെ നയിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട താരം സയ്യിദ് കൊലാഷ്നാറ്റസ് ആണ്. 32 വയസ്സാണ്. ബോസ്നിയയുടെ അറ്റ്ലാന്റ താരമാണ്. ക്ലബ് തലത്തിൽ അറ്റ്ലാന്റയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത്. പ്രതിരോധ നിരയിലെ പരിചയസമ്പന്നനായ ഈ താരത്തിലും ഒരു പിടി പ്രതീക്ഷ വെക്കുന്നുണ്ട് താരം. ആഴ്സണൽ, യുവന്റസ് തുടങ്ങിയ വമ്പൻ ക്ലബ്ബുകളിൽ കളിച്ച് പരിചയമുള്ള ഈ താരം ഒരുപക്ഷെ കാനഡയ്ക്ക് ഇന്ന്, കാനഡയുടെ ജൊനാഥൻ ഡേവിഡ് അടക്കമുള്ള താരങ്ങൾക്ക് ഇന്ന് പൂട്ടുവീഴ്ത്താൻ, അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ കോട്ട കെട്ടി നിൽക്കാൻ തയ്യാറാവുമെന്ന് നമുക്ക് കരുതാം. ഈ രണ്ട് ടീമുകളുടെ ഇനി നേർക്കുനേർ പോരാട്ടങ്ങളോ, അല്ലെങ്കിൽ സമീപകാലത്തെ അതേ ടീമിന്റെ പ്രകടനങ്ങളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ കാനഡയും ബോസ്നിയയുടെയും പ്രകടനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
കാനഡ കഴിഞ്ഞ 5 മത്സരങ്ങൾ അവരുടേതാണ്. അവർ അയർലൻഡിനെതിരെ ജൂൺ 5-നാണ് ഇതിനു മുമ്പ് കളിച്ച ഒരു പ്രധാനപ്പെട്ട പോരാട്ടം. അന്ന് അവർ 1-1 സമനിലയിൽ കുരുങ്ങേണ്ടി വന്നു. അതിനുശേഷം കാനഡ ഉസ്ബെക്കിസ്ഥാനെ നേരിടുന്നുണ്ടായിരുന്നു. അന്ന് 2-0 തകർപ്പ് ജയം സ്വന്തമാക്കാനായി. 2026 മാർച്ച് 31 കാനഡ ടുണീഷ്യക്കെതിരെ കളിച്ചു. പക്ഷെ അന്ന് വീണ്ടും സമനിലയോടെ നിരാശയാണ്. അതിനുശേഷം ഐസ്ലൻഡിനെ കളിച്ചപ്പോഴും സമനിലയാണ് കാനഡയ്ക്ക് നേരിടേണ്ടി വന്നത്. ഗോട്ടിമാലയ്ക്കെതിരെ പക്ഷേ 1-0 ജയം സ്വന്തമാക്കാനായി. അങ്ങനെ 3 സമനില 2 ജയം എന്നുള്ളത് 2 ജയവും 3 സമനില എന്നതാണ്. പക്ഷേ തോൽവി നേരിട്ടിട്ടില്ല എന്നുള്ളത് കാനഡയ്ക്ക് ഈ ഓപ്പണിംഗ് മാച്ചിന് ഇറങ്ങുമ്പോൾ വലിയ സന്തോഷം അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു സ്റ്റാറ്റ്സ് തന്നെയാണുള്ളത്. ഇനി നേരെ നമുക്ക് ബോസ്നിയയുടെ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ ബോസ്നിയയ്ക്ക് അവർ 2 ജയവും 3 സമനിലയുമാണ് സമീപകാലത്ത് നേടിയത്. അവർ തോൽവി നേരിട്ടിട്ടില്ല എന്നുള്ളത് ബോസ്നിയയ്ക്കും ഒരു ആശ്വാസത്തിന്റെ സ്റ്റാറ്റ്സ് തന്നെയാണ്. അവർ പനാമയ്ക്കെതിരെ 1-1 സമനിലയായിരുന്നു. ബോസ്നിയക്കെതിരെ നോർത്ത് മാസിഡോണിയക്കെതിരെ 0-0 സമനിലയിൽ കുരുങ്ങി. ഇറ്റലിക്കെതിരെയും സമനിലയിൽ കുരുങ്ങി. അത് ലോകകപ്പിന്റെ പെനാൽറ്റീസിലായിരുന്നു. 4-1 ഒടുവിൽ പെനാൽറ്റിയിൽ ജയിച്ചാണ് അവർ ഈ ലോകകപ്പിന് ടിക്കറ്റ് എടുത്തത്. അവർ അതിനുശേഷം വെയിൽസിനെതിരെ കളിച്ചപ്പോഴും വെയിൽസ് ഒരു യൂറോപ്പിലെ തന്നെ ശക്തമായ ടീമാണ്. അവർക്കെതിരെയും 1-1 സമനില നേടുകയൊക്കെ ചെയ്തു. അങ്ങനെ സമീപകാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ തോൽവി അറിയാതെ ലോകകപ്പ് പോരാട്ടത്തിന് എത്തുന്നു എന്നുള്ളത് കാനഡയ്ക്കും ബോസ്നിയയ്ക്കും ഒരുപോലെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്തായാലും ആവേശ പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കാനഡയ്ക്ക് സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ മികച്ച ജയത്തോടുകൂടി അവരുടെ ഓപ്പണിംഗ് മാച്ച് കളറാക്കാൻ സാധിക്കുമോ, അതോ ആരാധകരെ ഹോം ഫാൻസിനെ നിരാശരാക്കിക്കൊണ്ട് ഒരു ചരിത്ര ജയം സ്വന്തമാക്കാൻ ബോസ്നിയയ്ക്കാകുമോ എന്നതാണ് വലിയ ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.